ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മൊറാഴ സംഭവം, അടുത്തത് കീഴരിയൂർ ബോംബ് കേസുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മൊറാഴ സംഭവം എന്നുള്ള ടോപ്പിക്ക് നോക്കാം. ഇത് നടക്കുന്നത് 1940 സെപ്റ്റംബർ 15 കണ്ണൂർ ജില്ലയിലാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു മൊറാഴ സംഭവം നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാരണങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്നാമതായിട്ട് ഈ 2ാം ലോക മഹായുദ്ധകാലത്ത് എന്താണ്, സാധനങ്ങൾക്കൊക്കെ അമിത വില വരികയാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മർദ്ദന മുറയ്ക്കെതിരെ ഈ 2 കാര്യങ്ങളാണ് മൊറാഴ സംഭവം നടക്കാനുള്ള കാരണങ്ങൾ. അപ്പം ഒന്നാമതായിട്ട് 2ാം ലോക മഹായുദ്ധ സമയത്ത് എന്താണ്, സാധനങ്ങളുടെ വില കയറുന്നുണ്ട്. അപ്പം അതിനെതിരെയും കൂടെ എന്താണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മർദ്ദന മുറയ്ക്കെതിരെയും നടന്ന ഒരു സമരമാണ് മൊറാഴ സംഭവം. ഈ ഒരു ഇൻസിഡൻറ്റിൽ കൊല്ലപ്പെട്ട ആളാണ് സബ് ഇൻസ്പെക്ടർ KM കുട്ടിക്കൃഷ്ണനും കോൺസ്റ്റബിളായിട്ടുള്ള രാമനും. ഇവർ 2 പേരും ഈ ഒരു ഇൻസിഡൻറ്റിൽ മരിക്കുന്നുണ്ട്. ഇനി ഈ മൊറാഴ സംഭവവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിച്ചത് ആരെയാണെന്ന് നോക്കുകയാണെങ്കിൽ അത് KPR ഗോപാലനെയാണ്. എന്നാൽ വധശിക്ഷയ്ക്ക് വിധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് എന്താണ്, ഇത് ജീവപര്യന്തമായി ചുരുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിൻ്റെ ആദ്യ സമരം എന്നുള്ള ഒരു എന്തുണ്ട്, മൊറാഴ സംഭവത്തിനുണ്ട്. ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമാണ് മൊറാഴ സംഭവം. ഇനി കമ്മ്യൂണിസ്റ്റ് ഫോം ചെയ്യുന്നത് എപ്പോഴാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഫാക്ട് എന്ന രീതിയിൽ പഠിക്കുമ്പോൾ 1939 പാറപ്പുറത്ത് വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പിണറായിൽ വെച്ചിട്ട് പാറപ്പുറത്താണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കീഴരിയൂർ ബോംബ് കേസാണ്. 1942 നവംബർ 17 ഈ കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് എന്താണ്, മലബാറിൽ നടന്ന ഒരു പ്രസിദ്ധമായ ബോംബ് കേസാണ് ഈ ഒരു കീഴരിയൂർ ബോംബ് കേസ്. ഈ കേസുമായിട്ട് അറസ്റ്റിലായവരാണ് KB മേനോൻ, കുഞ്ഞിരാമ കിടാവ്, മുത്തായി മാത്തൂരാൻ. അപ്പം ഇതിൽ KB മേനോനാണ് മെയിനായിട്ടുള്ള ഇതിലെ നേതാവ് എന്ന് പറയുന്നത്. ഇനി കുഞ്ഞിരാമ കിടാവിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം K കേളപ്പൻ്റെ മകനാണ്. അടുത്തത് നമ്മൾ കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്കുകളാണ് പരിചയപ്പെടുന്നത്. ഈ ഒരു കീഴരിയൂർ ബോംബ് കേസ് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. ഇനി നമ്മുടെ VA കേശവൻ നായരുടെ ഒരു ബുക്കാണ് ഇരുമ്പഴിക്കുള്ളിൽ, അതും നമ്മുടെ കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട ബുക്കാണ്. ഇനി നമ്മൾ എക്സ്ട്രാ 2 ഫാക്റ്റുകൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഫറൂഖ് പാലം തകർക്കുവാനുള്ള ഗൂഢാലോചന എന്ത് ചെയ്യുന്നുണ്ട്, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് എന്താണ്, നമ്മുടെ ഫറൂഖ് പാലം തകർക്കാനുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അടുത്തൊരു എക്സ്ട്രാ ഫാക്റ്റാണ് ക്വിറ്റ് ഇന്ത്യ അനുകൂലികൾ രഹസ്യമായിട്ട് പുറത്തിറക്കിയ പത്രമായിരുന്നു സ്വതന്ത്ര ഭാരതം. ഇത്രയാണ് നമ്മൾ കീഴരിയൂർ ബോംബ് കേസിൽ പഠിക്കുന്നത്.